എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? എന്താണ് വോട്ട് ചെയ്യാൻ പറ്റിയോ, അത് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പരാതി? ഞാൻ കറന്റ് പോസ്റ്റൽ വോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ വന്ന സമയം ഏകദേശം 5:20 ആയപ്പോഴാണ്. അപ്പോൾ എൻ്റെ നമ്പറിലുള്ള ഇതിൽ വോട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പാൻ കാർഡും കൊണ്ട് വന്നാണ് വോട്ട് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് ഫോട്ടോ എൻ്റെ വോട്ടേഴ്സ് ഐ ഡിയിലുള്ളതായിരുന്നു. ഞാൻ വോട്ടേഴ്സ് ഐ ഡി കറന്റ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ വോട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വോട്ട് സമ്മതിദാന അവകാശം എനിക്ക് വിനിയോഗിക്കുന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഞാനവിടെ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ എനിക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ തന്നിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും എങ്ങനെ ഈ 2025 എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതിൽ എനിക്ക് ആശങ്ക ഇന്നും നിലനിൽക്കുന്നു. ഇലക്ഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? വോട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്നാണോ അതോ ഇനി വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതിലാണോ സംസാരം? നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് വോട്ടിന്റെ പോസിബിലിറ്റി ഇല്ല, പോസ്റ്റൽ വോട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പോസ്റ്റലിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. പോസ്റ്റൽ വോട്ടാണ് രേഖപ്പെടുത്തി. പോസ്റ്റൽ വോട്ടാണ്. വേറെ പരാതികളൊന്നുമില്ല. പരാതികൾ അവർ എൻ്റെ അഡ്രസ്സും ID കാർഡും സിഗ്നേച്ചറും വാങ്ങിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ലീഗൽ നടപടികൾ ഉണ്ടാവും, നിങ്ങളല്ല വോട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല വോട്ട് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിയമ നടപടികൾ അറിയണം, എന്നിട്ട് വേണം എനിക്ക് വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു. അത് പക്ഷേ അവർ ROയോട് ചോദിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അത് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. എങ്കിലും ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഗവൺമെൻറ്റും സ്ഥാപനങ്ങളും ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് തന്നിരിക്കുന്നതാണ് ഡ്യൂട്ടി ലീവോട് കൂടി വോട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ. സോ ഞാൻ അതിന് ഡ്യൂട്ടി ലീവോട് കൂടി വോട്ട് ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമായി പറഞ്ഞു. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, പണഞ്ചേരി പഞ്ചായത്തിന്റെ ഇങ്ങേയറ്റത്തെ പ്രദേശമായ അല്ലെങ്കിൽ ഒരു മൂല എന്ന് പറയാം അല്ലെ, ഫിഷ് ഡാമിനെ, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സമാന സംഭവങ്ങൾ മറ്റു സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതയില്ലേ? സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 2025 എന്ന് പറഞ്ഞ ഒരു ഇയറിൽ 2026 ദൂരം വെറും 20 ദിവസം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ CCTVയുടെ ദൃശ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ലീഗലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇനിയെങ്കിലും വോട്ടിംഗ് സ്ഥലത്ത് പ്രൈവസി അല്ലാത്ത എൻട്രൻസിലെങ്കിലും ഒരു ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെങ്കിലും ഉണ്ട്. ഇത്രയും ഡെവലപ്ഡ് ആയി എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെയുള്ളൊരു ബേസിക് കാര്യങ്ങൾ പോലും ഇല്ലാണ്ടാണ് ഇന്നും ഈ വോട്ടിംഗ് നടന്നു പോകുന്നത്. അതിൽ മാറ്റം വരണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്കിൽ ഇത് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. അതായത് 172ാമത്തെ വ്യക്തിയായിട്ടാണ് എൻ്റെ പേരിലുള്ള ആൾ വോട്ട് ചെയ്തിരിക്കുന്നത്. സൈൻ എൻ്റെ അല്ല. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ആ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അങ്ങനെ CCTV ഫുട്ടേജ് ഉണ്ട് എങ്കിൽ അത് ക്രോസ് വെരിഫൈ ചെയ്ത് ആരായിരുന്നു എന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നാണക്കേടാണ്. ടെക്നോളജിക്കൽ യുഗത്തിൽ ജീവിച്ചിരുന്നിട്ട് ഇത്രയും ടെക്നോളജി പറയുമ്പോഴും വികസനം പറയുമ്പോഴും എല്ലാ പാർട്ടികളും അതാത് വികസനങ്ങൾ പറയുമ്പോഴും ഇങ്ങനത്തെ ഒരു ബേസിക് കാര്യം പോലും നമുക്ക് ഉന്നയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനൊരു ക്രോസ് വെരിഫിക്കേഷൻ ഓപ്ഷൻ ഇല്ലാത്തത് നിരാശാജനകമാണ്. ചേച്ചി നന്ദിയുണ്ട്. ടെക്നിക്കൽ മിസ്റ്റേക്ക് ആവാം എങ്കിലും ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതിനും ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതിനും നന്ദിയുണ്ട് ചേച്ചി. താങ്ക് യു.